നമസ്തേ. ഇന്നത്തെ ഒരു പ്രത്യേക വീഡിയോയിലോട്ട് വരാനുള്ള ഉദ്ദേശം ഒരു സബ്ജക്റ്റ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ദിവസം പ്രശസ്ത മാധ്യമപ്രവർത്തകനും ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലായ മറുനാടൻ മലയാളിയിൽ ഒരു വീഡിയോ ശ്രദ്ധിച്ചു. വീഡിയോ എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മീഡിയ പേഴ്സൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ആയിരുന്നു ഒരു ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചുള്ളത്. ശരിക്കും അത് ഒരു പരിധി വരെ ആൾക്കാർക്ക് അറിവ് പകർന്നിരിക്കാം, പക്ഷെ അതിലൂടെ ഭയവും വരാൻ തുടങ്ങിക്കഴിഞ്ഞു. സിബിലിനെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സിബിലിനെ കുറിച്ച് തന്നെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കൊരു ലോണും കിട്ടില്ല എന്നുള്ള രീതിയിൽ. കാരണം എൻ്റർപ്രണേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോഴും അതിനുവേണ്ടി പഠിക്കുമ്പോഴും ഈ സിബിൽ എന്നുള്ളൊരു ക്രെഡിറ്റ് സ്കോറിൻ്റെ ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തിട്ട് കുറേ ആഴത്തിൽ ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പരിധി വരെ മലയാളികൾക്ക് സിബിൽ എന്താണെന്ന് കുറേ ആളുകൾക്ക് അറിയാമെങ്കിലും കുറേ ആളുകൾക്ക് അറിയില്ല. അതിനൊരു ചെറിയ ഉദാഹരണം പറയുമ്പം, കുറച്ച് നാളുകൾക്ക് മുമ്പിൽ MSMEയുടെ ഒരു വെബിനാർ ഉണ്ടായിരുന്നു. ആ വെബിനാറിൽ സിബിലിൻ്റെ ഓഫീസേഴ്സും എല്ലാവരും ഉണ്ട് പങ്കെടുത്ത, കേന്ദ്രമന്ത്രിയൊക്കെ പങ്കെടുത്തതിൻ്റെ അകത്ത് ഞാനും അതിൻ്റെ അകത്ത് നിന്ന് കേട്ടിരുന്നു. ആ സമയത്ത് എൻ്റെ ചോദ്യങ്ങൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ആർക്കും ഉത്തരം തരാൻ പറ്റില്ല. ആ ഒരു ചോദ്യത്തിൽ അതിൽ പങ്കെടുത്തിരുന്ന എറണാകുളം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ വ്യക്തികൾ ഇവിടെ സിബിലിൻ്റെ റീജിയണൽ ഡയറക്ടറെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ക്ലാസ് എടുക്കാൻ വന്നപ്പോഴത്തേക്കും എന്നെയും ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഞാനും പോയി കേൾക്കാൻ വേണ്ടി. കാരണം ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ചോദിച്ചാലും അതിൻ്റെ ആൻസർ കിട്ടത്തില്ല എന്നുള്ളത് കാര്യം എനിക്ക് വളരെ വ്യക്തമായിരുന്നു. കാരണം സിബിലിൻ്റെ ടോപ്പ് ഒഫീഷ്യൽസിന് ആൻസർ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ താഴേക്കുള്ള ആൾക്കാർക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാം ജോലി ചെയ്ത് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം ഓരോരുത്തരുടെയും കേഡർ എന്താണെന്നുള്ളതും അവർക്ക് എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എത്രത്തോളം നമുക്ക് പവർ ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇവിടെ സിബിലിനെ കുറിച്ച് അന്ന് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി ഏതെങ്കിലും കാരണവശാൽ ഒരു ലോൺ എടുത്തുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കറക്റ്റായിട്ട് അടയ്ക്കുമ്പോഴത്തേക്കും ഈ സിബിലിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്, സിബില് മിനിമം ഒരു 5% എങ്കിലും മാത്രം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ റെസ്പോണ്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സിബിലിൻ്റെ അകത്ത് അഫക്റ്റ് ചെയ്യും, ആ ലോണിനും അഫക്റ്റ് ചെയ്യും. ആ പറയുന്ന നമ്മൾ എവിടെ നിന്നാണോ പണം ബോറോ ചെയ്തത് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്തത് അത് നമ്മൾ അഫക്റ്റ് ചെയ്യും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 1 lakh rupees ഒരു ലോൺ എടുത്തു, അല്ലെങ്കിൽ പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ മറ്റേത് ലോണെങ്കിലും എടുത്തു, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചെന്ന് വെച്ചു. അതിൻ്റെ അകത്ത് ഒരു മാസം നമ്മൾ ആ ഫുൾ പേയ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുൾ പേയ്മെൻറ്റിൻ്റെ അകത്തുള്ള 5% ആയിട്ടുള്ള 5% ആ പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ പേയ്മെൻറ്റ് ക്രെഡിറ്റ് അവരുടെ അക്കൗണ്ടിൽ വഴി പോയില്ലെന്നുണ്ടെങ്കിൽ, അടച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫാൾട്ടായിട്ട് മാറും. അപ്പം പിന്നെ തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്നത് ഇത് ക്യുമുലേറ്റീവ് ആയിട്ട് ഇതിന് ഫൈനും പീനൽ ഇൻട്രസ്റ്റും ഒക്കെ ചേർന്ന് കൂടിപ്പോയി ഓൾമോസ്റ്റ് ഒരു 7-8 മാസം കൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ പോലും എത്താത്ത രീതിയിൽ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ട് വരും. 8 മാസം 9 മാസത്തിനുള്ളിൽ തന്നെ ഈ നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണോ അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ട് അത് എത്തും. അതായത് അത്ര 43% മേളിൽ ഇൻട്രസ്റ്റ് ആണ് കയറി വരുന്നത്, ഇൻട്രസ്റ്റും ഫൈനും ഒക്കെ ചേർന്ന്. അപ്പം നമ്മൾ ഏതെങ്കിലും കാരണവശാൽ നമ്മളുടെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ വല്ലതും നമ്മൾ കിടന്നു പോയെന്നിരിക്കട്ടെ, ആ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതായാലും പേയ്മെൻറ്റ് നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല, കാരണം വീണുപോയി. കാരണം സംരംഭങ്ങളെല്ലാം ബിസിനസ് പോയി, വരുമാനം ഇല്ലാതായി കഴിയുമ്പം ഇവർ ഓരോരുത്തടത്തു നിന്നും വിളിച്ച് നമ്മളെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് അവരുടെ കടമയാണ്. കാരണം പേയ്മെൻറ്റ് കളക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ബാങ്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ആരാണോ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ആ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് അവരുടെ കടമയാണ്. അവർക്ക് ഉത്തരവാദിത്വമുണ്ട് ആ പേയ്മെൻറ്റ് തിരിച്ചടയ്ക്കണം. കാരണം അവർക്ക് അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് അവർ ഉത്തരവാദികളാണ്. അപ്പം അതുകൊണ്ട് അവർ ചോദിക്കുന്ന പേയ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾ പറ്റാത്ത വരുമ്പോഴത്തേക്കും ഒരു 1, 2, 3 വർഷം വരെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ആ പേയ്മെൻറ്റിൻ്റെ അകത്ത് അവരൊരു സെറ്റിൽമെൻറ്റിന് വേണ്ടി വരാറുണ്ട്. സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 1 lakh rupees അടയ്ക്കേണ്ട ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ
₹5,000 അടയ്ക്കാതിരിക്കുമ്പോൾ തൊട്ട് 1-2 ദിവസം കഴിയുമ്പോൾ 5,000 എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ 1,00,000 എന്നുള്ളത് 1,10,000 രൂപയോ 1,02,000 രൂപയൊക്കെ ആയിട്ട് മാറും. അങ്ങനെ കൂടി 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 അത് 1,80 വരെ എത്തുന്ന സമയത്ത് ഓൾമോസ്റ്റ് 1,80 വരെ എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ 1, 2, 3 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും പിന്നെ നമ്മൾ കയറുന്നില്ല എമൗണ്ട്, ആ സമയത്ത് അവർ സെറ്റിൽമെന്റിന് വേണ്ടി വരുവാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് അവർ പറയും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 1,50,000 രൂപ അടയ്ക്കാൻ പറയും. ആ 1,50,000 രൂപ അടയ്ക്കുമ്പോഴത്തേക്ക് അപ്പോഴും നമ്മളുടെ കാശില്ലെങ്കിൽ പിന്നെ അവർ ലാസ്റ്റ് നമ്മളുടെ എവിടെയാണോ ക്രെഡിറ്റ് സ്കോർ നിന്നിരിക്കുന്നത് ആ പേയ്മെന്റ് നമ്മൾ അടയ്ക്കേണ്ടിയിരുന്ന ആ എമൗണ്ട് ആണ് അവർ ചോദിക്കും. അറ്റ്ലീസ്റ്റ് ആ പേയ്മെന്റെങ്കിലും നിങ്ങൾ അടച്ചാൽ നമുക്ക് ക്ലോസ് ചെയ്യാമെന്ന് പറയും. ക്ലോസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് അന്ന് ആ സമയത്ത് പോലും ചിലപ്പം പേയ്മെന്റ് അത്രയും വന്നില്ലെങ്കിലും അവർ പറയും ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു 3 ഇൻസ്റ്റാൾമെന്റിൽ അടയ്ക്കാൻ പറയും. അങ്ങനെ 3 ഇൻസ്റ്റാൾമെന്റിൽ നമ്മൾ ആ 1,00,000 റുപ്പീസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി, അതായത് 1,00,000 രൂപ അടയ്ക്കാൻ വേണ്ടി സെറ്റിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എഗ്രി ചെയ്യും. കാരണം അത് നമ്മൾ എവിടുന്നെങ്കിലും കടം മേടിച്ചെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. കാരണം എന്താ പറയുക, നമുക്ക് അടയ്ക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ കടമയാണ് ഈ പേയ്മെന്റ് അടയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അടയ്ക്കേണ്ടി വരുന്ന സമയത്ത്, ഇതിൽ വരുന്ന സമയത്ത് നമ്മൾ ആ പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടി റെഡി ആയിട്ട് നമ്മൾ പലയിടത്തു നിന്നും ആ 3 മാസത്തെ ഇൻസ്റ്റാൾമെന്റിൽ ചെക്ക് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് അക്കൗണ്ടിലൂടെ ക്രെഡിറ്റ് ചെയ്യുകയോ ഏത് വിധത്തിലും ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ പേയ്മെന്റ് അവർ ക്ലോസർ ലെറ്റർ എന്നല്ല തരുന്നത്, അവർ സെറ്റിൽമെന്റ് ലെറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് ആ പേയ്മെന്റ് അടച്ചു എന്നുള്ള ബാങ്കിന്റെ ലയബിലിറ്റി അവിടെ കഴിഞ്ഞു. ആ കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ അപ്പം ബാങ്കുമായിട്ടുള്ള നമ്മുടെ ലയബിലിറ്റി കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. നമുക്ക് കാരണം എന്താ പറയുക, അവർ നമുക്കൊരു കൺക്ലൂഷൻ തന്നു, നമുക്ക് ഫേവർ ചെയ്ത് തന്നു, ഈ ഇൻട്രസ്റ്റും പീനൽ ഇൻട്രസ്റ്റും ഒക്കെ കളഞ്ഞിട്ട് ബാക്കിയുള്ള അടയ്ക്കാനുള്ള എമൗണ്ട് വരുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള പേയ്മെന്റ് നമ്മൾ പറഞ്ഞു, അവർ കൊടുത്തു കഴിഞ്ഞു. പിന്നെ 2, 3, 4, 5 വർഷം കഴിയുമ്പം നമ്മൾ ഈ ബെഡിൽ നിന്നൊന്ന് എണീച്ച് കഴിയുമ്പോൾ ചെറിയൊരു പെട്ടിക്കടയെങ്കിലും തുടങ്ങാന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ലോണിനോ എന്തിനെങ്കിലും നമ്മൾ പോകുമ്പോഴത്തേക്കും അപ്പോൾ അവർ പറയും സിബിൽ സ്കോർ എടുക്കും. ഈ സിബിൽ സ്കോർ എടുക്കുന്നത് എന്തിനാണ്? സിബിൽ സ്കോർ നമ്മുടെ ക്രെഡിറ്റ് സ്റ്റാറ്റസ് അറിയാൻ തന്നെയാണ്. അത് ഷാജിൻ സ്കറിയ പറഞ്ഞ കണക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. പക്ഷേ ആ സമയത്ത് ഈ പറയുന്ന സിബിൽ സ്കോർ കയറുന്നില്ല, സിബിൽ സ്കോർ കുറഞ്ഞു കിടക്കും. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ 1,00,000 രൂപ അടയ്ക്കേണ്ടടുത്ത് നമ്മൾ സെറ്റിൽഡ് എന്നും പറഞ്ഞൊരു വാക്ക് കിടക്കും. സെറ്റിൽഡ് എന്നുള്ളൊരു വാക്ക് കിടക്കുമ്പോഴത്തേക്കും അവിടെ ക്ലോസ്ഡ് എന്നുള്ളൊരു വാക്ക് വരുന്നില്ല. അതായത് 4-5 വർഷത്തിന് മുമ്പേ നടന്ന സംഭവമാണ്. നമ്മൾ ബാങ്കുമായിട്ടുള്ള എല്ലാ ലയബിലിറ്റി സെറ്റിൽ ചെയ്തു, പിന്നെ നമ്മൾ തിരിച്ചു വരികയാണ്. കാരണം നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടി പിന്നെ രണ്ടാമതൊരു ചെറിയ ലോണൊക്കെ എടുത്തിട്ട് ചെറിയൊരു സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ആ സമയത്താണ് ഇവർ പറയുന്നത് സിബിലിൽ പ്രശ്നമുണ്ടെന്നും പറയും. അപ്പൊ സിബിലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവർ പറയും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബാക്കി അടയ്ക്കാനുള്ള ഇപ്പോൾ 1,80,000 രൂപ അടയ്ക്കേണ്ടടുത്ത് 1,00,000 രൂപ സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 80,000 രൂപയും കൂടെ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസ്ഡ് എന്നുള്ളത് വരും. അപ്പം 5-6 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ബാങ്കുമായിട്ടുള്ള സെറ്റിൽമെന്റ് നടത്തിയിട്ട് അപ്പോൾ ബാങ്കിൽ ആ സെറ്റിൽഡ് എന്നുള്ളത് അപ്പോൾ ആ അക്കൗണ്ടിൽ നമ്മൾ അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞല്ലോ. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടയ്ക്കാനുള്ളത് അവരുമായിട്ട് എഗ്രിമെന്റ് എഴുതിയതിനു ശേഷമാണ് നമ്മളത് പേയ്മെന്റ് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വരുന്ന സമയത്ത് നമുക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ചെറിയൊരു കിഷോർ ലോൺ അങ്ങനെ എടുത്ത് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഡെമോക്രസിന്റെ വാളായിട്ട് ഇത് കയറി വരുന്നത്. ഇത് സെറ്റിൽ ചെയ്തെങ്കിൽ മാത്രമേ, അതായത് ബാക്കിയുള്ള പേയ്മെന്റുകൾ അടച്ചെങ്കിൽ മാത്രമേ ക്ലോഷർ എന്നുള്ളൊരു വാക്ക് നമുക്ക് കിട്ടത്തുള്ളൂ, ക്ലോസ്ഡ് എന്നുള്ളൊരു വാക്ക് സിബിലിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു ചീറ്റിംഗ് ആണ് ഇൻഡയറക്ട്ലി. കാരണം ബാങ്കിനെ സംബന്ധിച്ചോളം ശരിക്കും നമ്മൾ പേയ്മെന്റ് അവരുമായിട്ട് എഗ്രിമെന്റ് കഴിഞ്ഞു, ബാങ്ക് ക്ലോസ്ഡ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതിന് പകരം സിബിലിൻ്റെ അകത്ത് സെറ്റിൽ വന്നിരിക്കുന്നത് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത് സെറ്റിൽഡ് എന്നാണ്, ക്ലോസ്ഡ് എന്നല്ല. അപ്പൊ ഈ ഒരു പ്രശ്നമാണ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യ മഹാരാജ്യത്തിൽ സിബിലുമായിട്ടുള്ള ഇഷ്യൂല്. ഷാജിൻ സ്കറിയ സാർ തന്നെ പറഞ്ഞിരുന്നു 70% ബാങ്കും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടി സിബിലിനെയാണ് ഇന്ത്യയിൽ ആശ്രയിക്കുന്നത്. മറ്റേ എസ് ഒക്കെ വെളിയിലുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ 70%, 70 കൂടുതലും സിബിലിനെയാണ് ആശ്രയിക്കുന്നത്. പക്ഷെ ആ ആശ്രയിക്കുന്ന സമയത്ത് അവർ ഈ ഒരു കൺസിഡറേഷൻ, കാരണം സെറ്റിൽഡ് എന്നുള്ളൊരു വാക്ക് അതിൻ്റെ അകത്തുണ്ടെന്നും പറഞ്ഞ് സിബിൽ സ്കോർ കയറുന്നില്ല. അപ്പം അത് ഒരു ഭയങ്കരമായിട്ടുള്ള ദുരവസ്ഥയാണ് എന്നുള്ളത് ഷാജിൻ സ്കറിയ സാർ മറന്നുപോയെന്നാണ് തോന്നുന്നു. കാരണം അദ്ദേഹം സംസാരിച്ചത് മൊത്തം സിബിലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് കടമൊന്നുമില്ല, അദ്ദേഹത്തിന് കറക്റ്റായിട്ട് പേയ്മെന്റ് അടയ്ക്കാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് മുഖാന്തരം പേയ്മെന്റ് അടച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളുടെ സാധാരണക്കാരനുള്ള ആൾക്ക് ചെറിയൊരു ലോൺ എടുത്തിരുന്നാലും എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു കാര്യത്തിനും കൂടെ അതിൽ പ്രതിപാദിച്ചിരുന്നുണ്ടെങ്കിൽ
ശരിക്കും പറഞ്ഞാൽ അതൊരു ജനകീയമായിട്ടുള്ള അവയർനെസ്സിന് വേണ്ടിയായിരുന്നു ആ വീഡിയോ എന്ന് പറയാം. പക്ഷേ അതിന് നിർഭാഗ്യവശാൽ അതൊന്നും പ്രതിഫലിക്കാതെ ക്രെഡിറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടുള്ളത് നമ്മളെ ക്രെഡിറ്റ് സ്കോർ മാത്രം നോക്കണം, ക്രെഡിറ്റ് സ്കോറിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് എങ്ങനെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്കറിയാം. നമ്മുടെ മലയാളീസിന് ഒരു 90% ആളുകൾക്കും ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ഒന്നും ഇല്ല. 10% ആളുകൾ മാത്രമേ ഉള്ളൂ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ജീവിക്കുന്നത്. കാരണം നമ്മൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പണം കാണുന്നത്, പണത്തിനെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. ഒന്നെന്ന് പറയുന്നത് ഈ റിച്ച് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പണം കാണുന്നത് എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കുക എന്നുള്ളത്. പാവങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താണ് പണം എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? അവർക്ക് കടം വീട്ടാനും അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ സാധനങ്ങൾ മേടിക്കാനും അങ്ങനെയുള്ള സ്പെൻഡ് ചെയ്യാനും വേണ്ടിയാണ്. അല്ല അതിൽ നിന്നും ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധാരണക്കാരിൽ ഒരു 90% ആൾക്കാരും പണം എന്താണ്, ഏത് വിധത്തിലാണ് കാണേണ്ടതെന്നുള്ളത് പോലും സൈക്കോളജിക്കലായിട്ട് ചിന്തിക്കാറില്ല. ഇതാണ് സംഭവം. പക്ഷെ ഇവിടെ ഷായൻ സാറ് ഇതും കൂടെ ഉൾപ്പെടുത്തുന്നതിന് പകരം സിബിലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചും ലോകം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഒരുമാതിരി ഇത് കൊണ്ടുവച്ചു. പക്ഷെ അതിന് കൂട്ടത്തിൽ ഇതും കൂടെ ഉൾപ്പെടുത്തേണ്ടിയിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതാണോ എന്നുള്ളത് എനിക്ക് തോന്നിയില്ല. കാരണം നിർഭാഗ്യവശാൽ ഈ അദ്ദേഹത്തിന്റെ ആ വീഡിയോ ചാനൽ സ്പോൺസർ ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് സ്പോൺസർ ആഡ് വന്നത് സിബിലാണ്. അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെ പറയുന്നു, പല വീഡിയോയിലും അദ്ദേഹം പറയാറുണ്ട്, ഈ കേരളത്തിലെ മീഡിയകൾ സ്പോൺസർഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പത്രത്തിൻ്റെ അകത്ത് എന്തെങ്കിലും പരസ്യം കൊടുക്കുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും ആ സ്ഥാപനത്തിനെതിരായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മീഡിയ പരസ്യം കൊടുക്കില്ല എന്നുള്ളതാണ്, അല്ല അതിനെക്കുറിച്ചുള്ള വാർത്ത കൊടുക്കില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പല വീഡിയോയിലും പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ അദ്ദേഹത്തിന്റെ ഈ ചാനൽ ആ മാറ്റർ പറഞ്ഞത് അത് മറ്റൊരു ചാനലിൽ വരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്തത്. ആ ചാനലിനെ കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നൊന്നുമില്ല, അതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ആ ചാനലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ഇദ്ദേഹം കോട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കണ്ടന്റ് സ്പോൺസർഷിപ്പിന്റെ ആഡ് വന്നത് സിബിലാണ്. അപ്പം അതിന്റെ അർത്ഥം പല ആൾക്കാരും എൻ്റെ അടുത്ത്, അതായത് ഇദ്ദേഹത്തിനെ മാനിക്കുന്നതും ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ചുറ്റുപാടുള്ളവരെല്ലാം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു. കാരണം ഞാൻ എന്റർപ്രണർ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കേന്ദ്ര പദ്ധതികളെ കുറിച്ച് കുറേ സെമിനാർസും കുറേ അവയർനെസ്സും ക്യാമ്പുകളും ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ മുദ്രയ്ക്കും PMEGP-ക്കും ഒക്കെ വേണ്ടിയുള്ള ഗൈഡൻസ് കൊടുക്കലും അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ചെയ്തിരിക്കുന്നതും കേരളത്തിൽ സംഘടനകൾക്ക് വേണ്ടിയും അല്ലാതെ വ്യക്തിപരമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതുകൊണ്ട് പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, ഷാജൻ സ്കറിയ സിബിൽ എന്ന സ്ഥാപനം, അതായത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ പണ്ടുണ്ടായിരുന്ന പേര് ഇപ്പം ട്രാൻസ് യൂണിയൻ എന്നുള്ള പേര് മാറ്റി കഴിഞ്ഞപ്പോഴും സിബിലായിട്ട് തന്നെ കിടക്കുന്നു. ആ സിബിൽ എന്ന് പറഞ്ഞാൽ അവർ സ്പോൺസർ ചെയ്തതാണോ ഇദ്ദേഹത്തിൻ്റെ ആ വീഡിയോ എന്നുള്ളതാണ് ഒരു സംശയം. പക്ഷെ ചെയ്തതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് ഈ വീഡിയോ ഞാൻ സംസാരിക്കുന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല, കാരണം എനിക്ക് എൻ്റെ വീഡിയോ എന്നുള്ള രീതിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ആൾക്കാർ 10, 100, 200 പേര് കാണുന്നുണ്ടാവും, അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും കൂടെ സിബിൽ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യം കൂടെ പറയണം. അതിൻ്റെ കൂട്ടത്തിൽ ഇനിയൊരു കാര്യം കൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ, അതായത് ഞാനൊരു ബാങ്കിൽ അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് എന്തെങ്കിലും ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ആ ബാങ്ക് സിബിലിലെ മെമ്പറാണ്. സിബിൽ ഒരു പ്രൈവറ്റ് ബോഡിയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു, പ്രൈവറ്റ് ബോഡി തന്നെയാണ്. ആ സിബിലിൻ്റെ അകത്തു നിന്നുള്ള മെമ്പറായിട്ടുള്ള ഈ ബാങ്ക് നമ്മളുടെ ക്രെഡിറ്റ് സ്റ്റാറ്റസും നമ്മളുടെ ഡാറ്റാസും മൊത്തം സിബിലിന് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ്, ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ്, നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മൾ എവിടെ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്, എപ്പോൾ അടച്ചിട്ടുണ്ട്, എല്ലാ ക്രെഡിറ്റ് സ്റ്റാറ്റസും സിബിലിന് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ഹാൻഡ് ഓവർ ചെയ്യുന്ന സാധനം എനിക്ക് എൻ്റെ ബാങ്ക്, ഞാൻ ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഇട്ടിരിക്കുന്നത്, അപ്പം എൻ്റെ ക്രെഡിറ്റ് സ്കോർ എനിക്ക് ഫ്രീ ആയിട്ട് എൻ്റെ ബാങ്ക് തരേണ്ടതാണ്. അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് ഒരു ചെറിയൊരു നോമിനൽ ഫീ എങ്കിലും മേടിച്ചിട്ട് എനിക്ക് തരാം. പക്ഷെ ബാങ്ക് തരാറില്ല. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എടുക്കണമെന്നുണ്ടെങ്കിൽ സിബിലിൽ കയറി നമ്മൾ ക്രെഡിറ്റ് സ്കോർ എടുക്കണം. ക്രെഡിറ്റ് സ്കോർ എടുക്കുന്ന സമയത്ത് സിബിലിൻ്റെ അകത്ത് ഒരു വർഷത്തേക്ക് ഒരു പ്രാവശ്യമാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണെങ്കിലോ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരുന്നു. പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ക്രെഡിറ്റ് സ്റ്റാറ്റസ് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതും ആളുകൾക്ക് അറിയുന്നില്ല. പിന്നെ അടുത്തൊരു കാര്യം ഞാൻ പറയാം. പല ആൾക്കാരും പറയാറുണ്ട് ഇതിൻ്റെ അകത്ത് ഇദ്ദേഹം ലോണിന് വേണ്ടി ഒരുപാട് ആൾക്കാർ അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്, ഓരോരുത്തടുത്തും ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുമെന്ന് പറയുന്നു. അതും ശരി തന്നെയാണ്. കാരണം എൻക്വയറി അനുസരിച്ച് ക്രെഡിറ്റ് സ്കോർ അറിയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന ഒരു ലേഡി എന്ന് പറയുന്നത് ഈ പറയുന്ന കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഗഹാൻ രജിസ്ട്രേഷനെ കുറിച്ചൊക്കെ നല്ലവണ്ണം അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഈ നാഷണലൈസ്ഡ് ബാങ്ക് എന്താണ്, അല്ലെങ്കിൽ
മറ്റേ ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണ്, ന്യൂ ജനറേഷൻ ബാങ്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഒട്ടും അറിഞ്ഞുകൂടാത്തൊരു ചേച്ചി ഇവിടെ വന്ന് ഒരു ലോണിൻ്റെ ചെറിയൊരു ആപ്ലിക്കേഷൻ കൊടുക്കും. ഞാൻ അവരുടെ അടുത്ത് അന്ന് NULM-ൻ്റെ ലോണിനെ കുറിച്ച് ഡീറ്റെയിൽസ് സംസാരിച്ച് കൊടുത്തിട്ട് നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്ന് അവർക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസ് എല്ലാം നോക്കുന്ന സമയത്ത് അവർ ലോൺ സാങ്ഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് സിബിലിൻ്റെ സ്കോറിൽ കുറഞ്ഞിരുന്നു. ആ സിബിലിൻ്റെ സ്കോറിന് കുറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ആ സമയത്ത് സിബിലിൻ്റെ സ്കോർ കുറയുന്ന സമയത്ത് എന്താണെന്ന് സിബിലിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരാൾ ഞാൻ സിബിലിൻ്റെ സ്കോർ എടുപ്പിച്ചു അവരെ കൊണ്ട്, അവരുടെ നാട്ടിൽ നിന്ന് തന്നെ എടുപ്പിച്ച് പ്രിൻറ്റുമായിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോഴെന്താ അവർ ശരിക്കും പറഞ്ഞു അതിൻ്റെ അകത്ത് ഇന്ത്യയിൽ ഒന്ന് മനസ്സിലാക്കണം, വളരെ വലിയൊരു ബാങ്ക്, അതായത് ഇംഗ്ലണ്ടിലെ 3rd ലാർജസ്റ്റ് ബാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ ബാങ്കിൽ 10 കോടി രൂപ എൻക്വയറി നടത്തിയായിട്ട് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് സ്റ്റാറ്റസിൻ്റെ അകത്ത്, ക്രെഡിറ്റ് സ്റ്റാറ്റസിൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റ് പേജ് എന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന എൻക്വയറിയാണ്. അതിൽ 100ഓളം സ്ഥാപനങ്ങളിൽ ഓരോ ബാങ്കുകളിലും എൻക്വയറി നടത്തിയിരിക്കുന്നത് 10,000 രൂപ, 1,00,000 രൂപ, 10 കോടി രൂപ വരെ. അവർക്ക് അതിനെക്കുറിച്ച് ഒരു വകയും അറിയില്ല. എന്താ കാര്യം? അവരുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസോ ഡേറ്റ് ഓഫ് ബർത്തോ ഏതെങ്കിലും കോൾ സെൻറ്റർ മാത്രം ട്രാൻസ്ഫർ ചെയ്ത് പോയി ഇവരറിയാതെ ഈ എൻക്വയറി നടത്തി അവരുടെ സ്കോർ അങ്ങനെ കുറേ കുറഞ്ഞിട്ടുണ്ട്. അപ്പം അതും അങ്ങനെയും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതും ചെയ്യുന്നു. ഇനി ഒരു കാര്യം പറയാം, ബാങ്ക് കറക്റ്റ് സമയത്ത് ഇൻഫർമേഷൻ പാസ് ചെയ്യുമെന്ന് പറയുന്നു. ഇവിടുത്തെ എറണാകുളത്തെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മുൻനിര ഒരു ഫിലിം കമ്പനി ഉണ്ടായിരുന്നു. ആ ഫിലിം കമ്പനിയുടെ പ്രൊഡ്യൂസറുടെ വൈഫ് ആ ഫിലിം കമ്പനിയുടെ ഓണർ, അതായത് വളരെ വലിയൊരു കമ്പനിയാണ് ഇന്ത്യയിൽ. അപ്പോൾ അവരുടെ ഒരു വൈഫ് ഞാനൊരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. അവരുടെ ശരിക്കും പറഞ്ഞാൽ അവർ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ ബാങ്ക്, അതായത് നാഷണലൈസ്ഡ് ബാങ്ക് ഹരിപ്പാട് ശാഖയിൽ നിന്ന് ലോൺ എടുത്ത് നേരത്തെ അടച്ചു, ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് ഇവിടുന്ന് മറ്റൊരിടത്ത് മൈഗ്രേറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുവാണ് 6-7 വർഷം കഴിഞ്ഞ ശേഷം. അവരുടെ സിബിൽ സ്കോർ വളരെ കുറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇത്രയും കുറയാൻ സാധ്യതയില്ല. ഒരു പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരൊരു ചെറിയ ലോൺ വേറെ ആർക്കും എടുത്തു കൊടുത്തു, അവരത് പേയ്മെന്റ് അടച്ചില്ല. പക്ഷെ അവർ ഒരുമിച്ച് കൊണ്ട് അടച്ചു. പക്ഷെ ബാക്കിയുള്ളത് ഇത്രയും സ്കോർ വരാൻ കാരണം എന്താ? ആ ബാങ്ക് റിപ്പോർട്ട് ചെയ്തില്ല. ബാങ്ക് റിപ്പോർട്ട് ചെയ്യാതിരുന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ബാങ്കിനെതിരെ കേസ് കൊടുക്കണം. കാരണം നിങ്ങൾ ഇത്രയും ഇമ്മൻസ്ലി റിച്ചാണ്, നിങ്ങൾ സൊസൈറ്റിയിൽ വളരെ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്തു? അത് എത്രയും പെട്ടെന്ന് തന്നെ സിബിൽ സ്കോറിലേക്ക് ചെയ്തിട്ട് അവർ ലോൺ കൊടുത്തു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പം ഒരു വീഡിയോ സിബിലിനെ സ്കോർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്റ്റാറ്റസിനെ സ്കോർ ചെയ്തിട്ടോ ഒരു വീഡിയോ ചെയ്യുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയിരുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കുറച്ചുകൂടെ ആൾക്കാർ കണ്ട് കുറച്ചുകൂടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് അവർക്കൊരു റൈറ്റ് കിട്ടുമായിരുന്നു എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ വേണ്ടി. അതും ചെയ്തില്ല. അതും ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ കൊണ്ടുവരുന്നു. ശരിക്കും ഇത് ഞാൻ നിങ്ങൾക്ക്, എൻ്റെ വീഡിയോ കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും അദ്ദേഹം കാണുകയോ അത് ചെയ്യുമ്പോഴും തിരുത്തട്ടെ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. തിരുത്താറുണ്ട് അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കുകൾ. അത് മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഡെലിബറേറ്റ്ലി ആയിരിക്കാം. കാരണം ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫേവറായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അത് ഉറപ്പ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇങ്ങനെ ചെയ്തത് ഇത്രയും ഈ രീതിയിൽ ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം. താങ്ക് യു.